തനിക്ക് ഒരു മകള് പിറന്നപ്പോൾ അവള് എല്ലാ ഗുണവും ഒത്തവൾ, സുകന്യ. മനസ്സിലായില്ലേ? സു എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടു കൂടിയ അല്ലെങ്കിൽ നല്ലത്, നല്ല കന്യ എന്ന് പറഞ്ഞാൽ നല്ല കുട്ടി, ഏറ്റവും സുകന്യകണം ശുദ്ധമായവൾ എന്ന നാമധേയത്തിൽ അവിടെ ആ പേര് വെച്ചു. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്? നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ പേരിടുന്ന സമയത്ത് ഈ പണ്ട് കാലത്തെ പേരൊക്കെ ഇപ്പോൾ പഴഞ്ചനാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി കുറേ കാലം അല്ലേ. അത് നമ്മൾ അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമൊക്കെ ഒട്ടിച്ചിട്ട് പുതിയ പേരൊക്കെ കണ്ടുപിടിച്ചിരുന്നു. കൊച്ചുങ്ങളുടെ പേര് പോലും, കൊച്ചുങ്ങൾക്ക് പോലും പേര് പറയാൻ അറിയത്തില്ല. ഇടക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെടുത്ത് നമ്മൾ മോൻ്റെ പേരെന്ന് വെച്ചാൽ കുട്ടി വളരെ പതുക്കെയൊക്കെ പറയും. എന്താ കാരണം? അവന് പോലും ആ പേര് പറയാൻ അറിയത്തില്ല. അത്ര ഒരു വ്യക്തതയില്ലാത്ത പേര് കുട്ടിക്ക് ഇട്ട് വിളിക്കുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാൻ സാധിക്കും. ഇടക്കാലത്ത് അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ചേർത്ത് വെച്ചാൽ കുട്ടിയുടെ പേര്, അങ്ങനെയൊക്കെയായിരുന്നു പേര് കണ്ടുപിടിച്ചിരുന്നത് അല്ലേ. അച്ഛൻ കൃഷ്ണൻകുട്ടിയും അമ്മ മീനയുമാണെങ്കിൽ അച്ഛൻ്റെ ഗ്രഹവും അമ്മയുടെ മീനും കൂടെ ചേർത്ത് റൊട്ടി പൊട്ടിക്കും, എന്തായി മാറും? കുട്ടിക്കത് തിരിച്ചറിയാത്തതുകൊണ്ട് കുട്ടി പൊങ്ങച്ചം പോലെ കൊണ്ടു കിടക്കും. കുറേ നാൾ കഴിയുമ്പോൾ വളരുമ്പോൾ ഏതെങ്കിലും ഒരാൾ കാണിച്ചു കൊടുക്കുന്നോ ഇല്ല വെള്ളത്തിൽ കിടന്ന് പൊളയുന്ന സാധനമാണ്. അന്നേരമാണ് കുട്ടി അച്ഛനെ അമ്മയെ നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കും, എന്തിനാണ് ഈ പേരിട്ടത്? നമ്മളീ പലപ്പോഴും യജ്ഞത്തിനൊക്കെ പോകുമ്പോൾ പല കുട്ടികളും ഒന്ന് സഹകരിക്കും. കൊച്ചു കുട്ടികളെടുത്തൊക്കെ ചില കുശലമൊക്കെ ചോദിച്ചിട്ട് പേരെന്താണെന്നൊക്കെ ചോദിക്കും. കുട്ടികൾ പേരൊക്കെ പറയും. അപ്പോൾ ഈ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അങ്ങനെയല്ല, നമ്മളൊരു പേരിട്ടാൽ ആ പേരിൻ്റെ അർത്ഥം ഇന്നതാണ്, ആ പേരിനെ എന്തുകൊണ്ട് സങ്കല്പിച്ചു എന്നുകൂടി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും. ശരിയല്ലേ? മനസ്സിലായില്ലേ? ആ പേരിൻ്റെ അർത്ഥം ഇതാണ്, ആ പേര് ഇട്ടത് ഇന്ന ദേവൻ്റെ അനുഗ്രഹത്തോടെ നീ ജനിച്ചത് കൊണ്ടാണ്, അതുകൊണ്ട് ആ ദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ച നീ ദുശീലങ്ങളിലേക്കോ ദുർചിന്തകളിലേക്കോ പോകാൻ പാടില്ല, മിടുക്കനായിരിക്കണം. ഇങ്ങനെയൊക്കെ ഇതാണ് പോസിറ്റീവായ ചിന്തകൾ. മനസ്സിലായോ? പണ്ട് കാലത്തെ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ കുട്ടിക്കാലം ഏറ്റവും വികൃതിയുള്ള കുട്ടിയായിരുന്നു നരേന്ദ്രൻ അല്ലേ. കുട്ടികളെല്ലാം പൊതുവിൽ എന്തായിരിക്കും? വികൃതികളായിരിക്കും. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില അമ്മമാരൊക്കെ വലിയ അഭിമാനത്തോടെ പറയും, ഞാനൊന്ന് നോക്കിയാൽ മതി അവൻ അവിടെ ഇരിക്കും. മനസ്സിലായില്ലേ? ആരോട്? 5 വയസ്സ് താഴെയുള്ള കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത്. സത്യത്തിൽ ഇതുപോലൊരു ക്രൂരത വേറെയില്ല. ഒരിക്കലും കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തി ഇരുത്താൻ പാടില്ല. മനസ്സിലായില്ലേ? ചില അമ്മമാർ ഇപ്പം ചെയ്യുന്നതാണ്. അമ്മമാരുടെ മുഖവും ഭാവവും കണ്ട കുഞ്ഞ് പേടിച്ച്, ഇല്ല പൂച്ചയെ കണ്ട എലി പതുങ്ങുന്ന കണക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കുഞ്ഞ് വിറച്ചോണ്ട് ഇരുത്തുന്നുണ്ട്. അമ്മമാരുടെ വിചാരം ഞാൻ യുദ്ധം ജയിച്ച് നിൽക്കുകയാണ്. മനസ്സിലായി? ഞാൻ പാകിസ്ഥാനെ തോപ്പിച്ചിട്ട് നിൽക്കുന്ന കണക്കാണ്, പട്ടാളക്കാർ നിൽക്കുന്ന കണക്ക് അമ്മമാർ നിൽക്കുന്നത്. എന്നിട്ട് അമ്മമാർ പറയും എന്നെ അവർ ഭയങ്കര പേടിയാണ്. ഒരിക്കലും കുഞ്ഞുങ്ങളൊരിക്കലും മാതാപിതാക്കളെ കുട്ടിക്കാലത്ത് പേടിക്കാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല. അവരുടെ എല്ലാ കുസൃതികളും നമ്മൾ അനുവദിക്കണം. മനസ്സിലായില്ലേ? അപകടകരമായ അവസ്ഥകളിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം, ചില അപായങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം അത് രാജാവിനെ പോലെ ആ കാലത്ത് എന്ത് ചെയ്യണം? അവരെ പരിപാലിക്കണം. രാജാവ് എന്തു പറഞ്ഞോ അത് മറ്റുള്ളവർ അനുസരിക്കും. അങ്ങനെയല്ലേ? ആണോ അല്ലേ? അതുപോലെ ആവണം. മാതാപിതാക്കൾക്ക് ഭൃത്യന്മാരായി മാറണം. ആന കളിക്കാൻ പറഞ്ഞാൽ ആന കളിക്കണം. മുതുവത്ത് കയറ്റി ഇരുത്തി, പണ്ട് കാലത്തൊക്കെ ഇല്ലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വയ്യാഞ്ഞിട്ട് പോലും ആന കളിച്ചൊക്കെ വളർത്തും. അന്നത്തെ കാലത്തെ കുട്ടികളുടെ സ്വഭാവ മഹിമ ഇന്നത്തെ കുട്ടികൾക്കുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. എന്താ കാരണം? സ്നേഹം പങ്കുവെച്ച് വളർത്തുന്നതിൻ്റെ മാധുര്യം വളരെ വലുതാണ്. അവരെ നമ്മൾ കുട്ടിക്കാലത്തെ ഭയപ്പെടുത്തി ഇരുത്തിയാൽ അവർക്ക് ന്യൂറോ സംബന്ധമായ തകരാറുണ്ടാകും. ഭയം എന്നത് കുട്ടിയിലേക്ക് അരിച്ചു കയറും. മനസ്സിലായില്ലേ? പിന്നെ ജീവിതത്തിൽ സർവ്വതിനെയും ഭയമായിരിക്കും. അവൻ വിഷാദ രോഗിയായി മാറും. ഒരു 11-12 വയസ്സ് കഴിയുമ്പോൾ അവനൊരു മൂഢനെ പോലെ മൂകനായിരിക്കും. അമ്മമാരൊക്കെ പറയും എൻ്റെ കുഞ്ഞ് ഭയങ്കര അച്ചടക്കുള്ളവനാ, അവൻ പുറത്തു പോലും ആരോടും സഹകരിക്കില്ല, അവൻ വലിയ ബഹളമൊന്നുമില്ല, ഭയങ്കര ശാന്തം. ഈ ശാന്തത അപകടമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി? ഈ ശാന്തത വളരെ വലിയ അപകടമാണ്. ആ കുട്ടി നല്ല ചെറിയൊരു കാര്യമുണ്ടായാൽ അവനുണ്ടാകുന്ന മാനസികമായ ഡിപ്രഷൻ അതവന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഒന്നുകിൽ മറ്റ് മയക്കുമരുന്നോ മറ്റു ലഹരിയിലേക്കോ അടിമപ്പെട്ടവൻ വഴിതെറ്റും, ഇല്ലെങ്കിൽ അവൻ മനസ്സിൻ്റെ നില തെറ്റിപ്പോകും, ഇല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും. ഈ മൂന്നിലേതെങ്കിലും ഒന്നിലേക്ക് ആ കുട്ടി ചെന്ന് ചേരും.
മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ വളർത്തണം. അവർ വളരുന്ന പാതയിൽ. അപ്പോൾ ചോദിക്കുക 5 വയസ്സ് കഴിഞ്ഞാൽ അടിച്ചു വളർത്തണോ? ആവശ്യത്തിനാവാം, ശാസന കൊടുക്കണം, പക്ഷേ സ്നേഹം കൊണ്ട് അതിനെ കവർ ചെയ്യണം. മനസ്സിലായില്ലേ? പിന്നെ അവനെ മുന്നോട്ട് നയിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിന് ചില നല്ല കഥകളിലൂടെ അറിവ് പകർന്നു കൊടുക്കണം. സമൂഹത്തിലേക്ക് അവനെ ഇറക്കി വിടണം. സമൂഹത്തിൽ സഹകരിക്കാതല്ല മക്കൾ വളരേണ്ടത്, അവർക്ക് സാമൂഹിക ബന്ധം വേണം. മനസ്സിലായില്ലേ? മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാലും സമാജത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ സമ്പാദിച്ചു വെച്ച ലക്ഷങ്ങളുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ എല്ലാമാകും എന്നൊരു ധാരണ നമുക്ക് ചിലർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പണം പോലും ഉപയോഗിക്കാൻ അറിയാത്ത മൂഢനായി, മനസ്സിലാവുന്നുണ്ടോ? ആ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറും. എന്താ കാരണം? അവർക്ക് സാമൂഹികമായ കാഴ്ചപ്പാടുകൾ ഇല്ല. അപ്പം നമ്മൾ ശരിയായ അറിവ് പകർന്നു കൊടുത്ത് ആ അറിവിനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് പ്രാപ്തി കൊടുക്കണം. എന്നിട്ട് വേണ്ട സമയത്ത് മാത്രം, മനസ്സിലായില്ലേ, അവരെ ബോധ്യപ്പെടുത്തി നിയന്ത്രിക്കാം. അവിടെ ചെറിയ ശാസനകളാവാം, ചിലപ്പോൾ ചെറിയ ഒരു അടിയോ നുള്ളോ പിച്ചോ ഒക്കെ കൊടുക്കാം. മനസ്സിലായില്ലേ? അത് എന്തിനായിരിക്കണം? ശത്രുതാഭാവമല്ല, തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ കുട്ടികളിലേക്ക് വളരെ കൃത്യമായി, കാരണം കുഞ്ഞുങ്ങളെ വളർത്തുക എന്നത് ഒരു വലിയ ഈശ്വര പൂജയാണ്. നല്ലതുപോലെ ശ്രദ്ധയോടെ, ഭക്തിയോടെ, ശുദ്ധമായ മനസ്സോടെ ഈശ്വര പൂജ ചെയ്താൽ അതിന് ഫലം ഉണ്ടാവില്ലേ? നമുക്ക് വേറെ യോഗ്യതയൊന്നും വേണ്ട. ചിലപ്പോൾ മന്ത്രങ്ങൾ പോലും തെറ്റിയെന്ന് വരാം, പക്ഷേ ഭക്തിയും ശ്രദ്ധയും, മനസ്സിലായില്ലേ, ഉണ്ടെങ്കിൽ ആ പൂജയ്ക്ക് ഫലം ഉണ്ടാവും. പക്ഷേ ഇതൊന്നുമില്ലാതെ നമ്മൾ വലിയ പൂക്കളമൊക്കെ തീർത്ത് വലിയ അലങ്കാരമൊക്കെ നടത്തി ഒത്തിരി വിളക്കം കത്തിച്ച് വെച്ച് പൂജ ചെയ്യുമ്പോഴും ഈ പറഞ്ഞത് ഏതെങ്കിലും ഇല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഗുണപ്രദമായിരിക്കുമോ? ആയിരിക്കും. ഇതുപോലെയാണ് കുട്ടികളെ വളർത്തുമ്പോൾ. ഇഷ്ടദേവതമാരായി കുട്ടികളെ സ്നേഹിക്കണം. അവരെ ആ രീതിയിൽ വളർത്തിയാൽ ആ കുഞ്ഞുങ്ങൾ നാളെ നമ്മളെ സംരക്ഷിക്കുന്ന ദേവതമാരായി മാറും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വയസ്സ് ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഈശ്വരൻ മക്കളാണ്, അല്ലേ? നമ്മൾ ചോദിക്കുന്ന സർവ്വതും നമുക്ക് നൽകുന്നതാരാ? മക്കളാണ്. അപ്പം ആ ശ്രദ്ധയോടെ വളർത്തണം. അവിടെ എല്ലാ അനുഷ്ഠാനങ്ങളിലും ഏറ്റവും ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട, ഒരു ശ്രദ്ധയോടെ നടത്തേണ്ട ഈശ്വര കർമ്മങ്ങളാണ് ഒരു ഗൃഹത്തിനുള്ളിൽ നടക്കേണ്ടത്. അതൊരു ഈശ്വര പൂജ. ഇവിടെ പറഞ്ഞത് ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കല്ല. ഇവിടെ മന്ത്രങ്ങൾ പോലും തെറ്റും, എന്തെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊരു സംശയം തോന്നും. അതിനാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ തെക്കേ നടയുടെ ഭാഗത്ത് ഒരരയാലിൻ്റെ പകുതിയും അതിനകത്തൊരു വിഷ്ണുവിൻ്റെ ശിരസും ഇരിക്കുന്ന ഒരു വിഗ്രഹം പോലെയുള്ള പുറത്തുണ്ട്. അതിൻ്റെ ചെവിട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് മരപ്രഭു. കണ്ടിട്ടുണ്ടോ? അവിടെ ഇനി പോകുമ്പം കാണാത്തതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഗുരുവായൂരപ്പനെ മാത്രം തൊഴുതിട്ട് കാര്യമില്ല. ഈ ഗുരുവായൂരപ്പൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ചുറ്റുവട്ടവും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ മരപ്രഭു എന്ന് പറയുന്ന ആ പ്രതിഷ്ഠ അത് ഗുരുവായൂരമ്പലം ആരംഭിച്ച കാലത്തെ ഉള്ളതാണോ? അല്ല. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്ന പൂന്താനം, അദ്ദേഹം മലപ്പുറം ഭാഗത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം. വളരെ ദൂരം നടന്നിട്ടാണ് ഇവിടെ വരുന്നത്, ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നത്. അന്നത്തെ കാലത്ത് നമുക്കറിയാം, യാത്രാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഗുരുവായൂർ അമ്പലം, ഇന്നത്തെ ഗുരുവായൂരിൻ്റെ കണക്കുള്ള തിരക്കുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായതുകൊണ്ട് ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ആര്? പൂന്താനം. സ്വന്തം കുഞ്ഞു നഷ്ടപ്പെടുമ്പോൾ പോലും ഗുരുവായൂരപ്പൻ തന്ന് ഗുരുവായൂരപ്പൻ എടുത്തു. കാരണം ഗുരുവായൂരപ്പൻ്റെ ശ്രദ്ധ കുറഞ്ഞു പോകാതിരിക്കാനാണ് എന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേറെ വേണമോ മക്കളായി എന്ന് ചിന്തിക്കാൻ ഒരു പരമഭക്തനല്ലേ പറ്റൂ. നമ്മളാണെങ്കിൽ ഭഗവാനെ കുറ്റം പറയും, ദൈവമേ എൻ്റെ കുഞ്ഞിനെ ഭഗവാൻ എടുത്ത്, ഇല്ലേ, എൻ്റെ കൂടെ തന്നില്ല. പക്ഷെ അതും ഭഗവത് ചിന്തയാക്കി മാറ്റി. ദുഃഖത്തെയും, കഠിനമായ ദുഃഖത്തെയും ഭഗവത് പൂജയാക്കി മാറ്റണമെങ്കിൽ പരമഭക്തന്മാർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അതായിരുന്നു ആര്? പൂന്താനം. ആ പൂന്താനം വന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ സഹസ്രനാമം ചൊല്ലി, വിഷ്ണു സഹസ്രനാമം ചൊല്ലി.
ഇദ്ദേഹം ഉറക്കെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു വരിയുണ്ട് ഭഗവാനെ, അമരപ്രഭു. പക്ഷേ ഈ എഴുതുമ്പോൾ ആ എന്ന ശബ്ദം അവിടെ ഇല്ല. പകരം നമുക്കറിയാം ഒരു എഫിൻ്റെ കണക്കൊരു ചിഹ്നമാണുള്ളത് അല്ലേ, ഒരു എസ് പോലെ എഴുതിയിട്ട് നടുക്കൊരു വെട്ടു കൊടുക്കും. ഈ അക്ഷരത്തിന് സംസ്കൃതത്തിൽ അവിടെ എന്ത് ഉച്ചരിക്കണം? ആ എന്ന ശബ്ദം ഉച്ചരിക്കണം. രണ്ട് കുത്തു വന്നു കഴിഞ്ഞാൽ അവിടെ ഹാ എന്ന് ഉച്ചരിക്കണം. ഇങ്ങനെയൊക്കെ സംസ്കൃതത്തിൽ ചില വ്യാകരണ സിദ്ധാന്തങ്ങളുണ്ട്. അവിടെ ഈ ആ എന്ന ശബ്ദം പ്രത്യക്ഷത്തിലില്ലാത്തത് കൊണ്ടും ഇവിടെ സംസ്കൃത പാണ്ഡിത്യം ഒന്നും നേടിയ ആളല്ലാര് പൂന്താനം. അതുകൊണ്ട് പൂന്താനം എന്ത് ചെയ്തു? അവിടെ ജപിച്ചപ്പോൾ മരപ്രഭു എന്ന് ജപിച്ചു. ഈ സമയത്ത് തൊട്ടപ്പുറത്തിരുന്നു കൊണ്ട് ഭട്ടതിരിപ്പാട് അത് കേട്ടുകൊണ്ടിരുന്നതാണ്. ഭട്ടതിരിപ്പാടാണെങ്കിൽ സംസ്കൃതത്തിന് പണ്ഡിതനാണ്. അദ്ദേഹമാണ് നാരായണിയൊക്കെ ജപിച്ചിട്ടുള്ളത്, ആ രചിച്ച ആള്. അദ്ദേഹം അവിടെ കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹം പൂന്താനത്തിനെ നോക്കിക്കൊണ്ടൊന്ന് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, ഹേ പൂന്താനമേ, നീ എന്താ ഈ കാട്ടിയത്? അമരപ്രഭുവായ, അമരപ്രഭു എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവൻ, ശാശ്വതൻ. മനസ്സിലായില്ലേ? അമരത്വം എന്ന് പറഞ്ഞാൽ മരണം ഇല്ലാത്തവൻ, ശാശ്വതൻ എന്നാണ്. അങ്ങനെയുള്ള ഭഗവാനെ നീ വെറും മരപ്രഭു എന്ന് വിളിച്ച് ആക്ഷേപിച്ചോ? എന്താ നീ കാട്ടിയത്? നീയാണോ പരമഭക്തൻ? ഭഗവാനെ ഉന്നതമായ തത്വത്തിൽ കാണാതെ മരപ്രഭുവായി നീ നാമം ജപിച്ചതോടുകൂടി നിന്റെ ഭക്തി മുഴുവൻ തകർന്നില്ലേ എന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്തു? ആ ഭട്ടതിരിപ്പാടൊന്ന് പരിഹസിച്ചു. ഈ ജ്ഞാനികൾക്ക് പൊതുവിലുണ്ടാകുന്നൊരു ദോഷമുണ്ട്. എന്താണെന്നറിയോ? എല്ലാവരെക്കാളും മുമ്പ് ഞാനാണെന്ന് തെളിയിക്കാൻ വേണ്ടി എല്ലായിടത്തും കയറി ഒന്ന് തർക്കിക്കും, അല്ലെങ്കിൽ എല്ലായിടത്തും കയറി ഒന്ന് വാദിക്കും. മനസ്സിലായില്ലേ? കാരണം രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഈ തർക്കിക്കുന്ന അവർക്കൊരു ആനന്ദമാണ്. രണ്ട്, മറ്റുള്ളവർ എനിക്ക് അറിവുണ്ടെന്ന് ധരിച്ചോട്ടെ എന്നുള്ളത് കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ചാടിക്കടിക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടാവും. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന ഭട്ടതിരി ഇത്തരത്തിൽ പറഞ്ഞു. പൂന്താനത്തിന് അതീവമായ ദുഃഖമുണ്ടായി. കാര്യം അറിയാതെയാണ്, പറഞ്ഞും പോയി. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി കണ്ണുനീർ വാർത്തുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നാമം ജപിക്കാതെ അദ്ദേഹം ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ചങ്ങ് ഇരുന്നു പോയി. യഥാർത്ഥത്തിൽ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമത്തിനും ഒക്കെ ഒരു രീതിയുണ്ട്. എന്താ? ജപമാല സമ്പ്രദായത്തിൽ ജപിക്കണമെന്നാണ് പറയണത്. കാരണം ഇടം മുറിയരുത്. മനസ്സിലായില്ലേ? ഇടയ്ക്ക് എവിടെയെങ്കിലും എഴുന്നേറ്റ് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് പോകാനും പാടില്ല. അങ്ങനെ ഇടം മുറിയെന്നുണ്ടെങ്കിൽ ജപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതറിയാതെയാണ് ചിലരൊക്കെ ഇച്ചിരി ചെല്ലിയിട്ട് എഴുന്നേറ്റ് പടി ചെയ്തിട്ട് പിന്നെ വീണ്ടും വന്നിരുന്ന് ചെല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് പാടില്ല. അപ്പോൾ ജപമാലയാണ്, മാല പോലെ കോർത്ത് പോകണം, ഒന്നിനു പുറകിൽ ഒന്ന് കിട്ടുന്നത് പോലെ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് അതും വിഘ്നം വന്നു. മനസ്സിലായില്ലേ? അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അകത്ത് നിന്നൊരു അശരീരി കേട്ടു. ശ്രീലകത്ത് നിന്ന് ഭഗവാന്റെ ഒരു അശരീരി വാക്യം കേട്ടു. ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കേറെ ഇഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. മനസ്സിലായില്ലേ? ഭക്തൻ ഏത് നാമത്തെ വിളിച്ചാലും അതിനകത്ത് തെറ്റുപറ്റിയാലും ഭഗവാനെയാണ് മനസ്സിൽ സ്മരിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് ഉൾക്കൊള്ളും. അക്ഷരത്തിൻ്റെ ശുദ്ധിയുടെ പേരിൽ ഭഗവാൻ പിണങ്ങാറില്ല. ഉണ്ടോ? എന്ന് വെച്ച് നമ്മൾ തെറ്റിച്ച് ചെല്ലണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. തെറ്റ് പറ്റും, അതുകൊണ്ട് ഞാൻ നാമം ജപിക്കുന്നില്ല എന്ന് പറയുന്നവരും തിരുത്താനാണ് ഈ അവസരം പറഞ്ഞത്. മനസ്സിലായില്ലേ? ചിലർ പറയും നാമം ജപിക്കേ, അപ്പോൾ എനിക്ക് തെറ്റ് പറ്റും അതുകൊണ്ടാണ് ഞാൻ ചെല്ലാത്തത്. അതൊരു കാരണം അല്ല. ഇനി ഇങ്ങനെ ഒരു അശരീരി കേട്ടിട്ടും പൂന്താനത്തിനൊരു സന്തോഷം വന്നില്ല. അദ്ദേഹം അന്ന് രാത്രിയിൽ എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും അദ്ദേഹം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വളരെ ദുഃഖത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി അവിടെ തന്നെ കിടന്നു. അങ്ങനെ അവിടെ കിടക്കുന്ന വേളയിൽ, തളർന്നു കിടക്കുന്ന ആ പൂന്താനം ആ വേളയിൽ രാത്രിയിൽ ഒരു ശബ്ദം കേട്ട് കണ്ണ് തുറന്നു നോക്കി. ഗുരുവായൂരിൻ്റെ പരിസരത്താണ് അദ്ദേഹം കിടന്നത്. അദ്ദേഹം കിടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പിൽ സാക്ഷാൽ ഒരു മരത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ജപിച്ചതെന്താ? മരപ്രഭു എന്നാണ് അല്ലേ? അശ്വത്ഥ മരത്തിൻ്റെ ചുവടും ഭഗവാന്റെ ഉടലും ശിരസും. മനസ്സിലായില്ലേ? അരയാലിൻ്റെ ചുവടും മുകളിലോട്ട് ഭഗവാന്റെ ശിരസുമായിട്ട് അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ ഭഗവാന്റെ ദിവ്യരൂപം കണ്ടുകൊണ്ട് പൂന്താനം കൈകൂപ്പി തൊഴുതു. അങ്ങനെ പൂന്താനത്തിന് ഭഗവാൻ അമൂല്യമായൊരു ദർശനം കൊടുത്ത് മരപ്രഭുവായി. അപ്പം ഭക്തനോട് എത്ര കാരുണ്യം ഉണ്ടാവും ഭഗവാന് അല്ലേ? ആ കാരുണ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ഇവിടെയും പറഞ്ഞു വന്നത് നാമങ്ങളുടെ പ്രാധാന്യം.
കുട്ടിക്ക് സുകന്യ എന്ന് പേരിട്ടു. അപ്പോൾ ആ പേരുകൾ നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ പേരിടുമ്പോൾ ആ പേരുകളും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ കുട്ടികളിലേക്കും കൂടി ചർച്ച ചെയ്ത് കൊടുക്കുന്നത് അവർക്കൊരു പോസിറ്റീവായ ഒരു എനർജി ആയിട്ടത് മാറും, ഒരു ചിന്തയായിട്ട് അത് മാറ്റപ്പെടും. ഇവിടെ വളരെ ഉത്തമയായി എല്ലാവിധമായ ജ്ഞാനവും നേടി ബാല്യപ്രായത്തിൽ തന്നെ വളരെ വിജ്ഞാനമൊക്കെ നേടി പക്വമതിയായിട്ട് ഈ കുട്ടി വളർന്നു വരികയാണ്. ഈ കുട്ടിക്കൊരു 14 വയസ്സ് തികഞ്ഞു, ഒരു യൗവനത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെ എത്തി. അപ്പോൾ കൂടെ തോഴിമാരുമൊക്കെ ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യം അല്ലേ, ഒരു 10-14 വയസ്സൊക്കെ ആകുമ്പോൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടി വന്നപ്പോൾ ഈ തോഴിമാരോടൊപ്പം ഒരിക്കലും ഈ സുകന്യ തൻ്റെ മാതാപിതാക്കളെ കണ്ട് അവരോട് അനുവാദം വാങ്ങിയിട്ട് അവിടെ കൊട്ടാരത്തിന് തൊട്ടടുത്തുള്ള ആ ഒരു വനപ്രദേശമുണ്ട് ആ രാജ്യത്തിനോട് ചേർന്ന്, ആ വനത്തിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. തോഴിമാരൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് അനുവദിച്ച് വിടുകയും ചെയ്തു. അങ്ങനെ ഉല്ലാസയാത്രയിൽ തോഴിമാരോടൊപ്പം ചെന്ന് ആ വനത്തിലെ പക്ഷി മൃഗാദികളെയൊക്കെ കണ്ട് വൃക്ഷങ്ങളും ലതകളും കൊട്ടാരം വിട്ട് ആദ്യമായിട്ട് പോവുകയാണ്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഔട്ടിങ്ങിനൊക്കെ പോവുക എന്ന് പറയുന്നത് കണക്ക് വളരെ സന്തോഷത്തോടെ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഉല്ലസിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ ഓരോരുത്തർ അവരുടെ ഇഷ്ടമനുസരിച്ച് ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വലിയ ചിതൽപുറ്റ് കണ്ടു. ഈ ചിതൽപുറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക ആകൃതിയൊക്കെ രൂപപ്പെട്ട് മണ്ണിങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ്. ഈ കുട്ടി ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, കാരണം കൊട്ടാരത്തിൽ ജീവിക്കുന്ന കാലത്തൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചിതൽപുറ്റ് കണ്ടപ്പോൾ ഒരു ആകാംക്ഷ തോന്നി. നേരെ ഈ ചിതൽപുറ്റിൻ്റെ അടുത്ത് ചെന്ന് ചുറ്റും ഒന്ന് കറങ്ങിയൊക്കെ നോക്കുമ്പോഴാണ് ഈ ചിതൽപുറ്റിൽ ഒരു 2-3 അടി പൊക്കത്തിൽ ഒരു 2 ഹോൾ ഇങ്ങനെ കണ്ടു. ഈ 2 ഹോളിൽ അകത്തൊരു മിന്നാമിനുങ്ങിരുന്ന് പ്രകാശിക്കുന്നത് പോലെ ഉള്ള തിളക്കവും ആര് കണ്ടു? ഈ കുട്ടി കണ്ടു. ഈ സുകന്യ ഒരു കൗതുകം കൊണ്ടെന്തോ പ്രാണിയായിരിക്കുമെന്ന് വിചാരിച്ച് ഒരു കമ്പ്, 2 മുനകളോട് കൂടിയ ഒരു കമ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഈ ചിതൽപുറ്റിൻ്റെ ഈ ദാരത്തിലൂടെ അകത്തേക്കൊരു കുത്തു കൊടുത്തു. അകത്തേക്ക് കുത്തുകൊണ്ട സമയത്ത് അകത്ത് നിന്നൊരു മനുഷ്യന്റെ നിലവിളി കേട്ടു. അയ്യോ ഭഗവാനെ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, ആരെയും ഞാൻ ഇന്നുവരെ മനസാ വാചാ കർമ്മണ ഞാനൊരു ഉപദ്രവവും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ദയാലുവായ എനിക്ക് എന്തിനാണ് ഈ ദുര്യോഗം? ആരാണ് എനിക്കിത് സമ്മാനിച്ചത്? എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയില്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള നിലയിൽ അകത്ത് നിന്നൊരു രോദനം ആര് കേട്ടു? ഈ പെൺകുട്ടി കേട്ടു. അപ്പൊ താൻ കുത്തിയത് കൊണ്ടാണ് അകത്തെന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിൽ പറഞ്ഞു കണ്ണുപൊട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ഈ പെൺകുട്ടി ഭയന്നുപോയി. ആരോടും പറയാതെ, കൂട്ടുകാരികളോട് പോലും ഇത് പറയാതെ വേഗത്തിൽ ചെന്ന് തോഴിമാരോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം. തോഴിമാർ ചോദിച്ചു, നമ്മൾ വന്ന് കുറച്ചു നേരമല്ലേ, വൈകുന്നേരം വരെ ഇനി സമയമുണ്ടല്ലോ. അല്ലല്ല, വേഗത്തിൽ പോകാം, കൊട്ടാരത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ എന്ത് ചെയ്തു? മറ്റുള്ള തോഴിമാരെയും വിളിച്ചുകൊണ്ട് ഈ രാജകുമാരി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നതിന് ശേഷവും ഈ മനസ്സിലൊരു വിഷമം, കാരണം താൻ അറിയാതെയാണെങ്കിലും ഒരു അപരാധം ചെയ്തല്ലോ അല്ലേ. എപ്പോഴും നല്ല സ്വഭാവമുള്ളവർക്ക് അപരാധങ്ങൾ ചെയ്താൽ ആരും കണ്ടില്ലെങ്കിൽ പോലും അവർക്ക് മനസാക്ഷി കുത്തെന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് ഈ നല്ല ഗുണമുള്ളവർക്കേ മനസാക്ഷിയിൽ വിഷമം വരുത്തുള്ളൂ. മനസ്സിലായില്ലേ? നല്ല ഗുണമില്ലെങ്കിൽ മനസാക്ഷിയിൽ വിഷമം വരുമോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നല്ല ഗുണങ്ങളില്ലാത്തവർ ഇനി എന്തൊക്കെ തെറ്റ് ചെയ്താലും അവർ ന്യായീകരിക്കും, ചെയ്തതിനെ ന്യായീകരിക്കും, ഒളിച്ച് മറച്ച് ഒക്കെ പിടിക്കും. പക്ഷെ നല്ല ഗുണങ്ങളുള്ളവരാണെങ്കിൽ ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് അവർ സ്വയം നേറിക്കൊണ്ടേയിരിക്കും. അവർക്കത് തിരുത്താൻ ഉള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആ കുട്ടി ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി തോഴിമാരിൽ വളരെ വിശ്വസ്തയായ ഒരു തോഴിയോട് പറഞ്ഞു, ആ വനത്തിലൊന്ന് പോകണം. ആ വനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ആർക്കാണ്, ഞാൻ കുത്തിയപ്പോൾ ആർക്കാണ് ആ കാഴ്ച നഷ്ടപ്പെട്ടത്? ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വരാൻ വേണ്ടി ആരെ വിട്ടു?
ഈ തോഴിയെ അയച്ചു. തോഴി അതീവ രഹസ്യമായി തിരക്കേട്ട് വന്ന് പറഞ്ഞു, ഭൃഗുനന്ദനായ മഹർഷിയുടെ പുത്രൻ ചവനൻ എന്ന് പറയുന്ന ചവന മഹർഷിയാണ് ആ തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്കാണ് സഖി അറിയാതെ കുത്തി കാഴ്ച നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. ആ മഹർഷിയുടെ ജീവിതം ഇപ്പൊ പരിതാപപൂർണമായി. കണ്ണിന് കുത്തുകൊണ്ടതോടുകൂടി കാഴ്ച നഷ്ടപ്പെട്ട അദ്ദേഹം ആ ചിതൽപ്പുറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ തപസ്സൊക്കെ മുടങ്ങി. പുറത്തു വന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഭക്ഷണവും വെള്ളവും ഒന്നും കണ്ടെത്തി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അദ്ദേഹം കാഴ്ചകളില്ലാതെ തപ്പിത്തടഞ്ഞ് അവിടെ നടക്കുന്ന സമയത്ത് പലയിടത്തും മറിഞ്ഞു വീഴുന്നുണ്ട്. വളരെ ദുഃഖകരമായ അവസ്ഥ അല്ലേ? നമുക്കിപ്പോൾ കണ്ണിന് കാഴ്ചയില്ല, ജന്മനാ കാഴ്ചയില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ടു വരും. നമുക്ക് പെട്ടെന്ന് കാഴ്ച വേണ്ട അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മളങ്ങോട്ട് മറ്റേ കാഴ്ചയില്ലാത്ത ഒരാൾ അയാൾ പതുക്കെ അനുഭവം കൊണ്ട് പരമാവധി കാര്യങ്ങൾ അയാൾ സ്വയം ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ചാൽ അതുപോലും പറ്റാത്ത അവസ്ഥ വരും. ഈ അവസ്ഥയിലുള്ള ദുഃഖത്തിലാണ് ആര് മഹർഷി എന്നുകൂടി ഈ കുമാരെടുത്ത് അറിയിച്ചു. കുമാരിക്ക് ഇത് ആരോടും പറയാനൊരു വിഷമം. അങ്ങനെ മനസ്സിൽ ഇത് വെച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ കൊട്ടാരത്തിലൊരു ചർച്ച വന്നു. കാര്യം രാജ്യത്ത് വലിയ തരത്തിലുള്ള രോഗങ്ങൾ പടരാൻ തുടങ്ങി. ആദിവ്യാധികളൊക്കെ പടർന്നു. പലർക്കും വിഷമമായി. പലർക്കും കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാത്ത അവസ്ഥയായി. ഇനി ഭക്ഷണം കഴിച്ചവർക്ക് മലബന്ധനങ്ങൾ കൊണ്ട് വിമിഷ്ടമായി, ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവർ ചർച്ച ചെയ്ത് എന്താണ് ഇതിന് കാരണം, ഇങ്ങനെ ഒരു ദുരന്തം വരാൻ എന്താ കാരണം? അപ്പോൾ പറഞ്ഞു, ധർമ്മിഷ്ഠനായ രാജാവാണല്ലോ ശരിയാതി. അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് എല്ലാ തരത്തിലുമുള്ള ധർമ്മം ചെയ്തിട്ടും ഇങ്ങനെ ഒരു ദുരന്തം വരാനുള്ള കാരണം എന്താണ് എന്ന് മന്ത്രിമാരുമായി ചർച്ച ചെയ്തു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കാരണം എന്താ, പൊതുവിൽ ഓരോ നാട്ടിലൊരു സങ്കല്പമുണ്ട്. ഭരണാധികാരി അധർമ്മിയാണെങ്കിൽ ആ അധർമ്മത്തിന്റെ ഫലമായി രാജ്യത്ത് ദുഃഖങ്ങൾ ഉണ്ടാവാം. അവിടെ തെറ്റായ കാര്യങ്ങൾ ഏതെങ്കിലും മഹാത്മാക്കൾ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിൽ അങ്ങനെ ചെയ്തിട്ടപ്പോൾ യാതൊരു തെറ്റുകളും ഇവർ ചെയ്തിട്ടില്ല എന്നിങ്ങനെ എണ്ണി പറഞ്ഞു. അപ്പോഴാണ് മന്ത്രിമാരിൽ ഒരാൾ പറഞ്ഞത്, നമ്മുടെ അടുത്തുള്ള ഒരു വനത്തിൽ ഏതോ ഒരു മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ദുഃഖങ്ങൾ നമ്മൾ മൂലം ഉണ്ടായോ? അപ്പൊ രാജാവ് പറഞ്ഞു, നമ്മളൊരു ദുഃഖവും അദ്ദേഹത്തിനും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് വേറൊരാൾ പറഞ്ഞത്, ആ മഹർഷിക്ക് ഇപ്പോൾ കാഴ്ചയില്ലാതെ അവിടെ തപ്പിത്തടഞ്ഞിരിക്കുന്നതൊക്കെ പലരും പറഞ്ഞ് കേട്ടു. ഓ, അങ്ങനെ ഉണ്ടായോ? അതിന് കാരണമെന്ന് അത് നമ്മളല്ലല്ലോ കാരണക്കാരെന്ന് രാജാവ് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ മകൾ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ മകൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം, ഞാൻ അച്ഛനോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പറയൂ. അച്ഛാ, ഈ ദുഃഖത്തിൻ്റെയൊക്കെ കാരണം ആ മഹർഷിയോട് ഞാനാണ് തെറ്റ് ചെയ്തത്. അറിയാതെയാണെങ്കിലും ഞാൻ ആ വനത്തിൽ ഉല്ലസിക്കാൻ പോയപ്പോൾ ഞാനൊരു കമ്പ് കൊണ്ട് ഏതോ മിനുങ്ങുന്ന പ്രാണിയാണെന്ന് ധരിച്ച് ആ എന്തിനകത്തേക്ക് ചിതൽപ്പുറ്റിനകത്തേക്കൊന്ന് കുത്തി. അപ്പോഴാണ് അകത്തുനിന്നൊരു നിലവിളി കേട്ടത്. അത് ഞാൻ പിന്നീട് തോഴിയെ വിട്ടു. തോഴി വന്ന് പറഞ്ഞു, അതിങ്ങനെ ഒരു മഹർഷിയുടെ, തപോധനായ മഹർഷിയുടെ കണ്ണുകളിലാണ് കുത്തുകൊണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണ് ഇത് ചെയ്തത് എന്ന് മകള് കുറ്റം ഏറ്റുപറഞ്ഞു. അച്ഛൻ തൻ്റെ ശിരസിൽ കൈയും വെച്ച്, എൻ്റെ പൊന്നുമോളെ, നീ ഇത്രയും വലിയൊരു പാതകം അറിയാതെയാണെങ്കിലും ചെയ്തു പോയല്ലോ, ഇതിനെന്താ ഇനി ഒരു പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് ആകെ തളർന്നു. അങ്ങനെ മന്ത്രിമാരോടൊപ്പം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി, അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി, മകൾ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ വേണ്ടി അച്ഛൻ, ഈ രാജാവ് മന്ത്രിമാരോടൊപ്പം എവിടേക്ക് പോയി? ഈ മഹർഷിയെ കാണാൻ ചെന്നു. മഹർഷിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ശരിയാതി എന്ന് പറയുന്ന രാജാവാണ്, ഞാൻ അങ്ങയെ കാണാൻ വന്നതാണ്. എൻ്റെ മകള് അറിയാതെ, വളരെ കൊച്ചുകുട്ടിയാണ്, 14 വയസ്സേ ഉള്ളൂ, അവൾ അറിയാതെ ഉല്ലസിക്കാൻ വന്നപ്പോൾ ഒരു കൗതുകം കൊണ്ട് അവൾ ചെയ്തതാണ്, അങ്ങ് ഒരിക്കലും അവളെ ശപിക്കരുതേ എന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു, ഞാനെന്തിനാ അവളെ ശപിക്കുന്നത്? എൻ്റെ വിധി, എൻ്റെ കാഴ്ച നഷ്ടപ്പെടണമെന്ന് സാക്ഷാൽ ഭഗവതി നിശ്ചയിച്ചിട്ടുണ്ടാവാം. അതിനാ കുട്ടി ഒരു കാരണമായി മാറിയിട്ടുള്ളതാവാം. എൻ്റെ വിധിക്ക് ഞാൻ ആരെങ്കിലും ശപിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് വരാനുള്ളത് വന്നു. അത്ര കാരുണ്യവാനാണ് ഈ മഹർഷി. മനസ്സിലായില്ലേ? ഞാനിനി അവളെ ശപിച്ചത് കൊണ്ട് എനിക്ക് കാഴ്ച കിട്ടുമോ? അതും കിട്ടത്തില്ല. പിന്നെ വന്നു ചേർന്നത് ഇനി അനുഭവിക്കുക. കർമ്മഗതി കൊണ്ട് വരുന്ന ദുഃഖം അനുഭവിക്കുക എന്നത് പ്രാരാബ്ധമുള്ള എല്ലാ ജീവനും ബാധകമാണ്. മനസ്സിലായില്ലേ? അപ്പൊ പ്രാരാബ്ധത്തോടു കൂടിയ ജീവനെല്ലാം ഇത് ബാധകമാണെങ്കിൽ വന്നു ചേരുന്നതിനെ കുറിച്ച് വിലപിച്ചിട്ടും അതിൻ്റെ പേരിൽ ആരെങ്കിലോട് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ കർമ്മ വിധി എന്ത് ചെയ്യണം? അനുഭവിച്ചു തീർക്കുക.
എന്ന് പറഞ്ഞ് മഹർഷി ഇവരെ ആശ്വസിപ്പിച്ചു. രാജാവ് പറഞ്ഞു, എന്നാലും മഹർഷിയെ, അങ്ങയുടെ നിത്യകർമ്മങ്ങൾക്കൊക്കെ വിഘ്നങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് അനേക സേവകരെ ഞാൻ നിശ്ചയിച്ചു തരാം. മനസ്സിലായില്ലേ? അങ്ങയെ സഹായിക്കാൻ സേവകരെയൊക്കെ നിശ്ചയിച്ചു തരാം എന്ന് പറഞ്ഞു. മഹർഷി ചോദിച്ചു, എനിക്ക് സേവകരെ കൊണ്ട് എന്താ കർമ്മം? കാരണം അവർ കേവലം ജോലിക്കാരാണ്. രാജാവ് പറഞ്ഞത് കൊണ്ട് അവർ വന്ന് ജോലി ചെയ്യും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥത കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ആ സേവകരെ എനിക്ക് ലഭിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇനി അങ്ങേക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങ് അങ്ങയുടെ മകളെ എനിക്ക് ദാനം ചെയ്യുക, കന്യാദാനം ചെയ്യുക. കാരണം അവള് മൂലമാണ് ഇത് വന്നത് എന്നൊരു ഭാവം ആർക്കുണ്ട്? ആ കുട്ടിയുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി എന്തു ചെയ്യും? ആ കുട്ടി ആ ഒരു കുറ്റബോധമുള്ളത് കൊണ്ടും പശ്ചാത്താപം ഉള്ളത് കൊണ്ടും സ്നേഹത്തോടു കൂടി എന്നെ ശുശ്രൂഷിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ശുശ്രൂഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇവിടെ ഈ മഹർഷിയുടെ വാക്ക് കേട്ടപ്പോഴത്തേക്ക് ഈ രാജാവിന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താ? 14 വയസ്സുള്ള തൻ്റെ മകളെയാണ് ഈ വൃദ്ധനായ, മനസ്സിലായില്ലേ, ദീർഘകാലം ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് കഠിന തപസ് ചെയ്ത് അസ്ഥിപഞ്ജരമായിരിക്കുന്ന, കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു. മഹർഷി പറഞ്ഞു, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. രാജാവ് മഹർഷിയോട് ചോദിച്ചു, അങ്ങ് ഇത്ര ക്രൂരനാണോ? അങ്ങയുടെ കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ ഞങ്ങൾ ആ വിഷമം കൊണ്ടാണ് അങ്ങയെ കാണാൻ വന്നത്. അങ്ങയുടെ കണ്ണിൻ്റെ കാഴ്ച പോയതിൻ്റെ കാരണം അങ്ങയുടെ മനസ്സിൻ്റെ ദുഷ്ടതയാണെന്നൊക്കെ രാജാവ് തോന്നിപ്പോയി. രാജാവ് പറയുകയാണ്, ഇതിനേക്കാളും നല്ലത് ഞാൻ എൻ്റെ മകളുടെ കഴുത്ത് ഞെരിച്ചെന്ന് കൊല്ലുന്നതല്ലേ അല്ലേ? 14 വയസ്സുള്ള പെൺകുട്ടിയെ വയോവൃദ്ധനായ, കണ്ണിന് കാഴ്ചയില്ലാത്ത, അസ്ഥിവഞ്ജനം പോലിരിക്കുന്ന, വാർദ്ധക്യാവസ്ഥയിലെത്തിയ മഹർഷിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഏത് അർത്ഥത്തിലാണെങ്കിലും ഏതെങ്കിലും മാതാപിതാക്കൾ തയ്യാറാവുമോ? ഒരിക്കലും തയ്യാറാവില്ല. രാജാവ് നേരെ അവിടെ നിന്ന് മഹർഷിയോട് യാത്ര പോലും പറയാതെ തിരിച്ചു പോരുന്നു. അത്ര തകർന്ന മാനസികാവസ്ഥയിലാണ്. ഒരു ഭാഗത്ത് തെറ്റ് ചെയ്തു, അതിന് പരിഹാരം കാണാൻ വിചാരിച്ചപ്പോൾ പരിഹാരം കാണാൻ താൻ മുന്നോട്ട് വെച്ചതൊന്നും മഹർഷി അംഗീകരിച്ചില്ല. തിരിച്ചു വന്നു. കൊട്ടാരത്തിലെത്തപ്പെട്ട രാജാവ് ആകെ ചിന്താതീതനായി മാറി. മകള് കാര്യം തിരക്കി. രാജാവ് നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ മന്ത്രിമാരുടെ അടുത്ത് നിന്ന് കാര്യം മനസ്സിലാക്കിയ മകൾ അച്ഛനെ സമീപിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അങ്ങനെ ദാനം ചെയ്യുക. അച്ഛൻ ചോദിച്ചു, മോളെ നീ എന്താ ഈ പറയുന്നത്? അങ്ങ് ഒരു കാരണവശാലും മോള് പക്വതയില്ലാതെ പറയുന്നതാണോ? ഒരു പക്വതയില്ലാത്തതുകൊണ്ടല്ല. കാരണം ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം. ഞാൻ ആ തെറ്റ് ചെയ്തിട്ട് ഞാനിവിടെ സുഖത്തോടു കൂടി കൊട്ടാരത്തിൽ വസിച്ചാലും എൻ്റെ മനസ്സെന്ത് ചെയ്യും? ചുട്ടുനീറിക്കൊണ്ടേ ഇരിക്കും. മനോസുഖമില്ലാതെ പുറമേ ഇനി ഏത് സുഖമുണ്ടായിട്ട് കാര്യമുണ്ടോ? മനസ്സിന് സുഖമില്ലാതെ വിഭവസമൃദ്ധമായ സദ്യയുണ്ട് കഴിക്കാൻ, നല്ല വസ്ത്രമുണ്ട് കഴിക്കാൻ, കിടന്നുറങ്ങാൻ പട്ടും എത്തയുണ്ടെന്ന് പറഞ്ഞാലും കഴിക്കാനും പറ്റില്ല. വസ്ത്രങ്ങൾ ധരിച്ചാൽ സന്തോഷവും വരില്ല. വരുമോ? ഒരിക്കലും വരില്ല. അപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എന്താ? മനസ്സിന്റെ ശാന്തിയാണ്. ആ മനഃശാന്തി ഉണ്ടെങ്കിൽ പുറമേ ഇല്ലാതെ പലതും ഇല്ലെങ്കിൽ പോലും വിഷമം വരില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ മനഃശാന്തി ഒരിക്കലും എനിക്ക് അനുഭവപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ എന്ത് ചെയ്യണം? പരിഹാരം കാണണം. അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛന് ഒരു വിഷമവും വേണ്ട, അങ്ങനെ അയക്കുക. അരുന്ധതി എങ്ങനെയാണോ വശിഷ്ഠനെ ശുശ്രൂഷിച്ചത്, മനസ്സിലായില്ലേ, അതുപോലെ അത്രയും ശ്രേഷ്ഠമായ സങ്കല്പത്തോടെ അനസൂയ അത്രി മഹർഷിയെ ശുശ്രൂഷിച്ചത് അതുപോലെ ഞാനൊരു താപസ കന്യകയായി മാറിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് ഞാൻ ഈ പരിഹാരം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ദുഃഖങ്ങളൊക്കെ മാറ്റപ്പെടും. അച്ഛൻ ഇവിടെ രാജാവ് എന്ന നിലയിൽ മകളെക്കുറിച്ച് മാത്രമല്ല ഓർക്കേണ്ടത്, രാജാവ് നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ട ആളാണ്. മകളോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ ഇത് തയ്യാറായില്ല എങ്കിൽ ഈ ദുരന്തം മുഴുവൻ ആര് സഹിക്കേണ്ടി വരും? മുഴുവൻ ജനതയും സഹിക്കേണ്ടി വരും. അപ്പൊ രാജാവ് എന്നുള്ള നിലയിൽ അങ്ങ് പ്രഥമ ദൗത്യത്തെ ഏറ്റെടുത്താൽ മകളുടെ ദുഃഖത്തെ അങ്ങ് മറന്നേക്കാൻ പറഞ്ഞു. മകള് ബുദ്ധിമതിയായ വാക്കുകൾ പറയുന്നത് കേട്ട് അവസാനം രാജാവ് സമ്മതിച്ചു. അങ്ങനെ രാജാവും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടി നേരെ ഈ മഹർഷിയുടെ മുന്നിൽ എത്തിച്ചേർന്നു. എന്നിട്ട് മഹർഷിയോട് പറഞ്ഞു, അങ്ങ് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പറിച്ചു തരുന്നതിന് തുല്യമായി ഞങ്ങളുടെ മകളെ അങ്ങേക്ക് കന്യാദാനം ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു.
അങ്ങനെ വളരെ ശുഭമുഹൂർത്തത്തിൽ ഈ പെൺകുട്ടിയെ ഈ മഹർഷിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആ കല്യാണം കഴിച്ചു കൊടുത്തു. മാതാപിതാക്കളുടെ പാദത്തിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ മകള് പറഞ്ഞു, അച്ഛാ, ഞാനിനി കൊട്ടാരത്തിലേക്ക് വരില്ല, അച്ഛൻ എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടേക്ക് വന്നുകൊള്ളാം. ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കാതെ ഒരു നിമിഷവും വിട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. കാരണം കണ്ണിന് കാഴ്ചയില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ കാഴ്ചയായി ഇനി ഞാനാണ് മാറേണ്ടത് എന്ന് കൂടി പെൺകുട്ടി പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, മോളെ നീ എവിടെയാണ് വസിക്കുന്നത്? ഈ തകർന്നു വീഴാതായിട്ടുള്ള ഈ പർണശാല അതെങ്കിലും ഞാനൊന്ന് മാറ്റി നിർമ്മിച്ചു തന്നോട്ടെ എന്ന് ചോദിച്ചു. ചവന മഹർഷിയുടെ അനുവാദത്തോടു കൂടി പുതിയതായൊരു പർണശാല കെട്ടിക്കൊടുത്തു. അങ്ങനെ ഇതെല്ലാം കെട്ടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഞാനൊരു ആശ്രമത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഇന്ന് മുതൽ. അപ്പോൾ എനിക്ക് ഈ ആഭരണങ്ങൾ ആവശ്യമുണ്ടോ? ഉണ്ടോ? ആവശ്യമില്ല. ഈ ആഭരണങ്ങൾ മുഴുവൻ ഊരി അച്ഛൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് മരമുരി വരുത്തി തരണം, ഈ വസ്ത്രങ്ങളും എനിക്കിനി ധരിക്കാൻ സാധിക്കില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മക്കൾക്ക് വേണ്ടി സമ്പത്ത് കണ്ടെത്തുന്നതിൽ ആനന്ദം കാണുന്നവരാണ് മാതാപിതാക്കൾ, അല്ലേ? നല്ല വസ്ത്രം ധരിപ്പിക്കണം. അമ്മയുടെയും അച്ഛൻ്റെയും വസ്ത്രം ചിലപ്പോൾ കീറി മുറിഞ്ഞാലും അവർക്ക് അതിൽ പരാതി ഉണ്ടാവും. പക്ഷെ മക്കളെ വസ്ത്രം എപ്പോഴും വൃത്തിയും ഭംഗിയുമുള്ളതായിരിക്കണം എന്നാഗ്രഹിക്കും. ശരിയല്ലേ? അങ്ങനെയുള്ള മാതാപിതാക്കളുടെ കൈകളിലേക്കാണ് പറയുന്നത്, ഇത് വാങ്ങിയിട്ട് പകരം മരമുരി തരണം. കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ പിതാവ് മകളുടെ വാക്കുകൾ അനുസരിച്ച് മരമുരി വാങ്ങിക്കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് യാത്ര ചെയ്തു. അങ്ങനെ ഈ സന്യാസിയുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ കരങ്ങളായി, കാലുകളായി, കണ്ണുകളായി, മനസ്സിലായില്ലേ, ഈ പെൺകുട്ടി ജീവിക്കാൻ തുടങ്ങി. വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ധ്യാനിക്കാനിരിക്കുമ്പോൾ അടുത്തിരുന്ന് ഭഗവതിയെ ധ്യാനിക്കും. അദ്ദേഹത്തിന് നല്ല ഉപദേശങ്ങൾ തേടും. അങ്ങനെ ജ്ഞാനം കൊണ്ട് സമ്പന്നയായി തീർന്നു ആര്? സുകന്യ. പൂജാതി വേളകളിൽ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് പൂജയും കർമ്മങ്ങളുമൊക്കെ അനുഷ്ഠിച്ച് ഭഗവതിയെ പൂജിക്കാനും തുടങ്ങി. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. മഹർഷിക്ക് ഒരിക്കൽ പോലും തൻ്റെ കണ്ണിന് കാഴ്ചയില്ല എന്നത് ഒരു ദുഃഖമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അതോടുകൂടി രാജ്യത്തുണ്ടായ ദുഃഖങ്ങളൊക്കെ മാറുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന വേളയിൽ അശ്വനി ദേവന്മാരെന്ന് പറയുന്ന ദേവന്മാർ ഭൂതലത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി വന്നു. ദേവവൈദ്യന്മാരാണ് അശ്വനി ദേവന്മാർ. ഇവർ ഭൂതലത്തിലൊന്ന് സഞ്ചരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവർ ഈ വനത്തിലേക്ക് എത്തപ്പെട്ടു. ഇവർ നോക്കുമ്പോൾ സ്നാനം കഴിഞ്ഞിട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടി ഈ വനത്തിലൂടെ ഏകാഗിയായിട്ട് നടന്നു പോകുന്നു. അതീവ സൗന്ദര്യമുള്ള ഈ പെൺകുട്ടിയെ കണ്ട് ഈ അശ്വനി ദേവന്മാർ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചു. ഇവർ ഈ പെൺകുട്ടിയെ സമീപിച്ച് ചോദിച്ചു, നീ ആരാണ്? നീ എന്താണ് ഈ വനത്തിലുള്ള ഈ ഘോരമായ ജീവികളൊക്കെയുള്ള ഈ വനത്തിൽ വലിയ കൊട്ടാരത്തിലൊക്കെ ജീവിക്കേണ്ടത് കണക്കുള്ള സൗന്ദര്യം നിനക്ക് ഉണ്ട്. അത്രയും സൗന്ദര്യവതിയായ നീ, ദേവലോകത്തുള്ള അപ്സരസ്സുകളേക്കാൾ സുന്ദരിയായിട്ടുള്ള നീ എന്തിനാണ് ഈ വനത്തിൽ ഇങ്ങനെ നഗ്നപാതയൊക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചു. തോഴിമാരാരും ഇല്ലാത്തവളായി ഏകാഗിയായി സഞ്ചരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ ശര്യാതി എന്ന രാജാവിൻ്റെ പുത്രിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ആ ശ്രേഷ്ഠനായ ചമന മഹർഷിയുടെ പത്നിയാണ്. മനസ്സിലായില്ലേ? തൻ്റെ ഭർത്താവിനെ അല്പം പോലും കുറച്ച് കാണിക്കാതെ ആ മഹർഷിയുടെ പത്നിയാണെന്നത് ഉയർത്തി പറയുകയാണ് ആര് ചെയ്യുന്നത്? ഇവിടെ ഈ പെൺകുട്ടി സുകന്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ പരസ്പരം നോക്കിയിട്ട് ചോദിച്ചു, ആ വൃദ്ധനായ മഹർഷിയുടെയും ഭൃഗുനന്ദനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് പ്രായമുണ്ടല്ലോ. അത് മാത്രമല്ല, കഠിനമായ തപസ്സിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ അസ്ഥിപഞ്ജരം പോലെ ആയിട്ടുണ്ട്. ബാഹ്യമായ ഒരു സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരാളിനോടൊപ്പം, അതും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു എന്നും കൂടി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളിനോടൊപ്പം ഇത്ര യൗവനയുക്തിയെ നീ എങ്ങനെയാണ് ചേരുന്നത്? മനസ്സിലായില്ലേ? ഒരു യോജിപ്പ് വേണ്ടേ? ഒരു തരത്തിലും നിനക്ക് അനുരൂപനല്ലല്ലോ അദ്ദേഹം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ഞങ്ങളിൽ ഒരാളിനെ എന്ത് ചെയ്യുക? വിവാഹം കഴിക്കുക. ഞങ്ങൾക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കാം. അശ്വനി ദേവന്മാർ 20 2 പേരാണ്. ഈ രണ്ടിൽ ആരെങ്കിലും ഒരാളെ നിനക്ക് ഭർത്താവായി സ്വീകരിക്കാം. അങ്ങനെ നിനക്ക് ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന് പറഞ്ഞപ്പോൾ ഈ സുകന്യ ചോദിച്ചു, എൻ്റെ ഭർത്തൃ ശുശ്രൂഷ ദുഃഖമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതെനിക്ക് ലഭിച്ച ഭാഗ്യമാണ്. മഹായോഗ്യനായ ദേവന്മാർ പോലും ബഹുമാനിക്കുന്ന ഭൃഗുനന്ദനാണ് ചവന മഹർഷി.
അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ രൂപം ചിലപ്പം വിരൂപമായിരിക്കാം, പക്ഷെ ആന്തരികമായി അദ്ദേഹത്തിലുള്ള നന്മകളും അദ്ദേഹത്തിൻ്റെ ഗുണത്തിനോടൊപ്പം ദേവന്മാർക്ക് പോലും ഹിതകാരിയായിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ ശ്രേഷ്ഠനായ വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഭാഗ്യമായ രൂപങ്ങളിലോ ഭാഗ്യമായ വസ്തുക്കളിലോ വെച്ചിട്ടല്ല നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെയോ ഭാര്യമാരെയോ അളക്കേണ്ടത്. മനസ്സിലായില്ലേ? ആന്തരികമായ ഭാവത്തെ കൂടി അവിടെ ചിന്തിക്കണം എന്നുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഭൃഗുനന്ദൻ എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്നതുകൊണ്ടാണ് ഭൃഗു മഹർഷിയാണ് ത്രിമൂർത്തികളെ തന്നെ പരീക്ഷ നടത്തി. ത്രിമൂർത്തികളെ ക്ഷമയുള്ളവൻ വിഷ്ണുവാണെന്നൊക്കെ കണ്ടെത്തി. വിഷ്ണുവിൻ്റെ നെഞ്ചത്തൊരു അടയാളമുണ്ട്. അടയാളത്തിന്റെ പേരെന്താ? വിഷ്ണുവിന്റെ മാരണത്തിലുള്ള അടയാളത്തിന്റെ പേരെന്താ? ശ്രീവത്സം. ഈ ശ്രീവത്സം എന്നത് ഭൃഗു മഹർഷി നെഞ്ചത്തൊരു ചവിട്ട് കൊടുത്തതാണ്. മനസ്സിലായില്ലേ? വിഷ്ണു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ചെന്നിട്ട് ചാടി ഒരു ചവിട്ടം കൊടുത്തു. വിഷ്ണു ആ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചിട്ട് ചോദിച്ചു, മഹർഷിയെ അങ്ങയുടെ പാദത്തിന് എന്തെങ്കിലും വേദന ഉണ്ടായോ, ഒന്ന് തോന്നുന്നേരമായോ? അത്ര ക്ഷമയോടുകൂടി ജ്ഞാനിയായ മഹർഷിയെ ആര് ശുശ്രൂഷിച്ചു, പരിപാലിച്ചു? വിഷ്ണു. അതുകൊണ്ട് വിഷ്ണുവിനെ അനുഗ്രഹിച്ചു. ഭൃഗു മഹർഷി പറഞ്ഞു, ഇത് നിനക്കൊരു അലങ്കാരമായിരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ശ്രീവത്സാങ്കിതൻ. ആ ശ്രീവത്സം ഭഗവാന്റെ ഒരു ബഹുമതിയാണ്. എന്തിൻ്റെ? ഏറ്റവും ക്ഷമയുള്ള ദേവനാണ് വിഷ്ണു. ലോകത്തിലെ ഇത് അലങ്കാരമാവാൻ കാരണം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ അലങ്കാര വസ്തു ഏതാ? ആഭരണം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണം ഏതാ? നെക്ലസ് ആണോ വൈഡൂര്യമാലയാണോ? ഏതാ? ക്ഷമയാണ്. മനസ്സിലായില്ലേ? ലോകത്തെ ഏറ്റവും അലങ്കാരമായ ആഭരണം ക്ഷമയാണ്. ആ അലങ്കാരാഭരണമായതുകൊണ്ടാണ് ആ ക്ഷമയുടെ അവാർഡ്. മനസ്സിലായില്ലേ? നെഞ്ചത്ത് കിട്ടിയ അവാർഡ് അലങ്കാരമായി ഭഗവാന്റെ ആ സുന്ദര രൂപത്തെ പരിശോഭിക്കുന്നതായിട്ട് ഇത് മാറി. ശ്രീവത്സം മാറി. അങ്ങനെയുള്ള ഭൃഗുവിന്റെ പുത്രനാണ് ചവനൻ. നിസാരക്കാരനാണോ? അല്ല, അങ്ങനെയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെയുള്ള ആളാണെങ്കിൽ അപ്പൊ പറഞ്ഞു അതുമല്ല, നമ്മൾ ബന്ധുക്കളുമാണ്. ഇനി ദേവ വൈദ്യന്മാരുടെ ജോലി, മനസ്സിലായില്ലേ? അവിടെ ഭർത്താവിന്റെ കുറ്റം പറഞ്ഞ് ഭാര്യമാരെ വശീകരിക്കുന്നതാണോ എന്നൊരു ചോദ്യം കൂടി ആര് ചോദിച്ചു? സുകന്യ ഇവരോട് ചോദിച്ചു. ഞങ്ങൾ വിചാരിച്ച ദേവവൈദ്യന്മാരുടെ ജോലി രോഗത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇപ്പൊ ഭർത്താവിന്റെ കുറ്റം പറഞ്ഞ് ഭാര്യമാരെ വശീകരിക്കാൻ നടക്കുന്ന നീചന്മാരാണോ ദേവവൈദ്യന്മാരെന്നൊക്കെ ആര് ചോദിച്ചു? സുകന്യ ചോദിച്ചു. അപ്പൊ സുകന്യയുടെ പാതിവൃത്യത്തിന്റെ ഭക്തി കണ്ട് ആ സുകന്യയോടൊപ്പം ചോദിച്ചു, ഞങ്ങളും കൂടി വന്ന് അത്രയും യോഗ്യനായ ചവന മഹർഷി ഒന്ന് നമസ്കരിച്ചോട്ടെ. സുകന്യ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു, കാരണം അത് നിങ്ങളുടെ മനോഭാവം കൊണ്ടാണ്. പക്ഷേ എൻ്റെ ഭർത്താവിനെ നമസ്കരിക്കാൻ നിങ്ങൾ വരുന്നത് എനിക്ക് ആനന്ദമാണ്. അങ്ങനെ ക്ഷമിച്ചു. നേരെ പർണശാലയിലേക്ക് എത്തി ചവന മഹർഷിയെ കണ്ടപ്പോൾ ഈ ചവന മഹർഷിയോട് ഞങ്ങൾ ദേവവൈദ്യന്മാരാണെന്നൊക്കെ ആര് പറഞ്ഞു? ഇവർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ സുകന്യയോട് പറഞ്ഞു, നിന്റെ പാതിവൃത്യത്തിൻ്റെ ഭക്തി അത് തെളിയിക്കാനുള്ളൊരു അവസരം കൂടി ഞങ്ങൾ തരാം. ഈ അവസരത്തിൽ എന്ത് ചെയ്യും? ഞങ്ങൾ നിന്റെ വൃദ്ധനായ നിന്റെ ഭർത്താവിനെയും കൊണ്ട് തൊട്ടടുത്തുള്ള ജലാശയത്തിൽ മുങ്ങി നിവരുമ്പോൾ ഞങ്ങൾ മൂവരും ഒരുപോലെ ആയിത്തീരും. കാഴ്ചയൊക്കെ കിട്ടും, അതീവ സുന്ദരന്മാരാവും, ഒരുപോലെ ഒരേ നിറം, ഒരേ ഭാവം, ഒരേ തലത്തിലെത്തും. ആ മൂവരും കൂടി അവിടെ ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നീ നിന്റെ ഭർത്താവിനെ കണ്ടെത്തണം. മനസ്സിലായില്ലേ? നീ ആരുടെ കരമാണോ ഗ്രഹിക്കുന്നത് അത് ആരുടേതായാലും ആള് മാറിപ്പോയാൽ ആളിന്റെ ഭാര്യ ആയിക്കോണം. സുകന്യ ഇത് മഹർഷിയോട് ചോദിച്ചു. മഹർഷി പറഞ്ഞു, സാക്ഷാൽ ജഗദംബയെ പ്രാർത്ഥിക്കുന്നവളല്ലേ നിനക്ക് തുണയായി. നിന്റെ പ്രാർത്ഥന ശുദ്ധമാണെങ്കിൽ ആരുണ്ടാവും? ജഗദംബയുണ്ടാവും. നീ ഒരു കാരണവശാലും ഭയാശങ്കപ്പെടാതെ ഏത് പരീക്ഷണത്തിൽ നിന്നും ഏതേത് ദുഃഖത്തിൽ നിന്നും സർവരെയും കടത്തുന്നവളാണ് ആർത്തപരായണയായിട്ടുള്ള സാക്ഷാൽ ഭഗവതി. ആ അമ്മ മഹാമായെ വിശ്വസിച്ചുകൊണ്ട് നീ ഉറപ്പു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സുകന്യ ഇവിടെ ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാരോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അശ്വിനി ദേവന്മാര് അവിടെ നിന്ന് ഈ മഹർഷിയെയും കൂട്ടിക്കൊണ്ട് ഈ ജലാശയത്തിൽ മുങ്ങി. ആ ജലാശയത്തിൽ മുങ്ങി കരയിലേക്ക് കയറിയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും
അപ്പുറത്തേക്കായി സുകന്യയുടെ മനസ്സ്. കാരണം എന്താ, മൂവരും ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഭർത്താവിനെ തിരിച്ചറിയാം എന്ന് സുകന്യ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ ഇത് ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വേഷങ്ങളും രൂപഭാവങ്ങളും ഒക്കെ ഒരുപോലെയായി തീർന്നു. മൂവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഭർത്താവ് പറഞ്ഞത് മനസ്സിലോർത്ത് സാക്ഷാൽ വിശേശ്വരിയായ അമ്മ മഹാമായയെ മനസ്സിൽ സ്മരിച്ച് തൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് തൻ്റെ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം തനിക്ക് ആനന്ദകരമായി ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെ സുകന്യ നേരെ ചെന്ന് ആ മൂവരൊരാളുടെ കൈകളിൽ പിടിച്ചു. അത് അദ്ദേഹം ആ സുകന്യയുടെ ഭർത്താവായിരുന്ന മഹർഷി തന്നെയായിരുന്നു. അങ്ങനെ ആ പാതിവൃത്യത്തിൻ്റെ പവിത്രത കൊണ്ട് സ്വഭർത്താവിനെ തന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഇവിടെ അശ്വിനി ദേവന്മാർ ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അശ്വിനി ദേവന്മാർക്ക് സോമഭാഗം ലഭിക്കാൻ യാഗത്തിൻ്റെ ഫലമായി അത് പാനം ചെയ്യാനുള്ള അവസരം ഇന്ദ്രൻ നിഷേധിച്ചത് തിരിച്ചു നേടിക്കൊടുക്കാമെന്ന് ആര് പറഞ്ഞു? മഹർഷിയും വാഗ്ദാനമൊക്കെ കൊടുത്തു. അശ്വിനി ദേവന്മാർ അവിടെ നിന്ന് പോയി. പിന്നീട് യുവകോമളനായ മഹർഷിയോടൊപ്പം ഈ സുകന്യ ഇങ്ങനെ പർണശാലയിൽ കഴിഞ്ഞു വരിക. അങ്ങനെ ഇരിക്കുമ്പോൾ കൊട്ടാരത്തിലൊരു ചർച്ച. ആ കൊട്ടാരത്തിൽ സുകന്യയുടെ അമ്മ ചെന്ന് ചോദിച്ചു, ഹേ മനുഷ്യ, എത്ര കാലമായി മോളെ അവിടെ ഇട്ടിട്ട് പോരുന്നുണ്ട്? ആ മോളെക്കുറിച്ചൊന്ന് തിരക്കിയോ? അവൾ ജീവിച്ചിരിപ്പുണ്ടോ? കാര്യം വനത്തിലാണല്ലോ. അവൾക്ക് ഭർത്താവെ ലഭിച്ച മഹർഷിയുടെ അവസ്ഥ എന്താ? അദ്ദേഹം മരിച്ച ചിതയിൽ അവൾ ഇനി ചാടിച്ചെത്തിട്ടുണ്ടോ? അവളിപ്പോൾ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. ഇതൊന്നും തിരക്കാതെ. അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, എനിക്ക് മനസ്സിന് മോളെക്കുറിച്ച് തിരക്കാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവിടുത്തെ അവസ്ഥയെ ഓർക്കുമ്പോൾ ഇത്രയും വൃദ്ധനായ കാഴ്ചയില്ലാത്ത ഒരാളിനോടൊപ്പമാണല്ലോ മകളെ അയച്ചത് എന്ന ഒരു ഉള്ളിലൊരു ദുഃഖമുണ്ട്. ഇനി ആ കാഴ്ചകൾ കൂടി അറിഞ്ഞാൽ, മനസ്സിലായില്ലേ, കൂടുതൽ ദുഃഖത്തിലേക്ക് വീഴുമെന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ ഇതുവരെ തിരക്കാഞ്ഞതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഭാര്യ നിർബന്ധിച്ച് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ താങ്ങിയല്ലേ പറ്റുള്ളൂ, അല്ലേ? ഏത് ദുഃഖമാണെങ്കിലും അവസാനം എന്ത് ചെയ്യണം? സ്വയം അനുഭവിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് തിരക്കാൻ പറഞ്ഞു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? നേരെ രാജാവ് അവിടേക്ക് ചെല്ലുകയാണ്. രാജാവ് അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഈ പെൺകുട്ടി അവിടെ വെളിയിലിരുന്നത് വസ്ത്രങ്ങളൊക്കെ അലക്കി വിരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ചെല്ലുന്നത്. രാജാവ് നോക്കുമ്പോൾ പർണശാലയ്ക്കകത്ത് അതികോമളനായി യുവാവിരിക്കുന്നു. അച്ഛൻ വന്നത് കണ്ടിട്ട് മകൾ ഓടിച്ചെന്നു. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് വാരി പുണരാൻ ചെല്ലുമ്പോൾ അച്ഛൻ മകളെ ദൂരേക്ക് തട്ടിയത്, നീ ഒരു പുടലയാണ്, നീ ഇത്രയും തെറ്റായ രീതിയിൽ ജീവിക്കും, അങ്ങനെ നീ അഭിസാരികയായി തീരുമെന്ന് ഞാൻ ധരിച്ചില്ല. നീ മഹർഷിയുടെ പത്നിയാവാന്നൊക്കെ വിചാരിച്ചപ്പോൾ എൻ്റെ മോളെക്കുറിച്ചോർത്ത് എനിക്ക് അഭിമാനം തോന്നി, ദുഃഖം ഉണ്ടായിരുന്നെങ്കിലും. കാര്യം അത്രയും ശ്രേഷ്ഠനായ മഹർഷിയെ ശുശ്രൂഷിക്കുന്നവളായി മാറിയിരുന്നു. ഇപ്പോഴോ ഭർത്താവില്ലാത്ത സമയം നോക്കി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദൗർബല്യം മുതലെടുത്ത്, കാഴ്ചയില്ലാത്ത ചവനൻ്റെ അന്ധതയെ മുതലെടുത്ത് നീ ഏതോ പരപുരുഷനെ പിടിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി സല്ലപിക്കുന്നവളായിട്ടുള്ള ദുർനടത്തക്കാരിയായ നീ എനിക്ക് മകളെയല്ല, ഇങ്ങനൊരു മകൾ എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് ചെയ്തു കോപിച്ചു. മകള് പറഞ്ഞു, അച്ഛാ ഒരിക്കലും അങ്ങനെയല്ല, അവിടെ ഇരിക്കുന്ന ആ അദ്ദേഹം യഥാർത്ഥത്തിൽ ആ മഹർഷിയാണ്, അങ്ങ് അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ച് അച്ഛനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. അച്ഛനോട് മഹർഷി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ അശ്വിനി ദേവന്മാരുടെ കൃപ കൊണ്ട് തനിക്കുണ്ടായ മാറ്റവും ഈ സൗഭാഗ്യത്തിനൊക്കെ കാരണം സ്വഭാവ ഗുണശുദ്ധയായ അങ്ങയുടെ മകളുടെ സേവനമാണ്. മനസ്സിലായില്ലേ? ആ വാർദ്ധക്യത്തെ മാറ്റി കാഴ്ചയെ വീണ്ടെടുത്ത് അശ്വിനി ദേവന്മാരെ എനിക്ക് കാട്ടിത്തന്നത് പോലും ആ മനഃശുദ്ധിയോടുകൂടിയ ആ സുകന്യ എന്ന പേരിനെ അനർത്ഥമാക്കിയ ആ കുട്ടിയുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഇങ്ങനെയൊരു മകളെ ലഭിച്ച അങ്ങ് മഹാനുഭാവനാണ്. ആ മകൾ സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം നേടിയവളാണ്. സാക്ഷാൽ ജഗദീശ്വരിയുടെ കൃപ കൊണ്ടാണ് അവൾക്ക് എന്നെ വീണ്ടെടുക്കാൻ പോലും സാധിച്ചത്. അങ്ങനെയുള്ള മകളുടെ പിതാവായതിന് അങ്ങയ്ക്ക് അഭിമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെയും സന്തോഷിപ്പിച്ചു. അതിനുശേഷം മഹർഷി പറഞ്ഞത് പ്രകാരം യാഗം നടത്തി. ആ യാഗത്തിൽ വെച്ച് ഇന്ദ്രൻ എതിർത്തിട്ട് പോലും ആ യാഗത്തിൻ്റെ സോമഭാഗം അത് അശ്വിനി ദേവന്മാർക്ക് കൊടുത്തു. ഇന്ദ്രൻ ഈ സമയത്ത് കോപിഷ്ഠനായി. ഇന്ദ്രൻ തൻ്റെ വജ്രായുധം എടുത്തുകൊണ്ട് മഹർഷിയെ ആക്രമിക്കാൻ വന്നു. ആ സമയത്ത് മഹർഷി തൻ്റെ ശക്തി കൊണ്ട് ഇന്ദ്രനെ ഒരു ശിലയെപ്പോലെ സ്തംഭിപ്പിച്ചു.
അതിനുശേഷം ഇന്ദ്രനെ വധിക്കാൻ ഒരു ഭീകരരൂപത്തെ സൃഷ്ടിച്ചു. ആ ഭീകരരൂപം ഇന്ദ്രനെ വധിക്കാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഇന്ദ്രൻ നിലവിളിച്ചുകൊണ്ട് തൻ്റെ ഗുരുനാഥനെ വിളിച്ചു. ബൃഹസ്പതി ആ രംഗത്തേക്ക് ഓടി വന്ന് ബൃഹസ്പതി അവിടെ ചവന മഹർഷിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇന്ദ്രനെ വെറുതെ വിടാൻ പറഞ്ഞു. അങ്ങനെ ഗുരുനാഥനായ ബൃഹസ്പതിയുടെ അഭ്യർത്ഥന പ്രകാരം അഹങ്കാരത്തിന് പശ്ചാത്താപത്തോടെ അഹങ്കാരത്തിലേക്ക് ഉയർന്ന ഇന്ദ്രനെ അഹന്തയെ ശമിപ്പിച്ച് ഇന്ദ്രനെ മോചിതനാക്കി. ഇന്ദ്രനോട് ഒപ്പം അശ്വിനി ദേവന്മാർക്കും തുല്യമായ അവകാശത്തെ പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ആദിപരാശക്തിയായ ഭഗവതിയുടെ കൃപാകടാക്ഷമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും കടക്കാം എന്നുള്ള ആ മഹത്തായ ജ്ഞാനത്തെ സുകന്യാചരിതത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് പകർന്നു നൽകുകയാണ്.